1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമുക്കറിയാം അതിലൊരു സന്തോഷമുണ്ട്, സങ്കടവും ഉണ്ടെന്നുള്ളത്. സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് സന്തോഷമാണെങ്കിൽ സങ്കടകരമായിട്ടുള്ള കാര്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റ് ഇന്ത്യയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അന്ന് മനുഷ്യരോ മതങ്ങളോ മാത്രമായിരുന്നില്ല വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ഒരു വിഭജനത്തിന്റെ ഇരയായി മാറിയിട്ടുണ്ടായിരുന്ന ഒന്നാണ് രണ്ട് പ്രധാനപ്പെട്ട ഭാഷകൾ കൂടെ. അതിലൊന്നാണ് ഉറുദു എന്ന് പറയുന്നതും മറ്റൊന്ന് ഹിന്ദിയും. അങ്ങനെ ഉറുദു എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മാറുകയും ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മാറുകയും ചെയ്തു. എങ്ങനെയാണ് ഉറുദു എന്ന് പറയുന്ന ഭാഷ ഉണ്ടായിട്ടുള്ളത്, ഉറുദു ഭാഷയുടെ ഒറിജിൻ, അതുപോലെ എങ്ങനെ അത് ഹിസ്റ്റോറിക്കലി ഡെവലപ്പ് ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഉറുദു ഭാഷ ഉണ്ടായതിനെ കുറിച്ച് പറയാം. ഉറുദു ഭാഷ ഉണ്ടാകുന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ്. കാലം 13-ാം നൂറ്റാണ്ടിലോട്ട് സഞ്ചരിക്കട്ടെ. ഡൽഹി സൽത്തനേറ്റ് എന്ന് പറയുന്ന ഒരു രാജവംശം ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉറുദു ഭാഷ ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. എങ്ങനെയാണെന്നല്ലേ, അന്ന് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ രാജ്യത്ത് ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ഒരു ഭാഷയിലൂടെയാണ് ഉറുദു എന്ന് പറയുന്ന ഭാഷ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അന്ന് ഭരിച്ചിട്ടുണ്ടായിരുന്ന ഡൽഹി സുൽത്താൻമാർ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പല ഭാഷകൾ, അറബി, പേർഷ്യൻ, തുർക്കിക്, അതുപോലെ അതിന്റെ കൂട്ടത്തിലോട്ട് ഇൻഡിജീനസ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ലോക്കൽ ലാംഗ്വേജ് കൂടെ മിശ്രിതമാക്കപ്പെട്ടിട്ടാണ് ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ഒരു ഭാഷ ഉണ്ടാകുന്നതും അതിലൂടെയാണ് പിന്നീട് ഉറുദു ഭാഷ ഉണ്ടാകുന്നതും. അപ്പോൾ ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് നമ്മളൊരു പിതാവിനെ കുറിച്ച് പറയാറുണ്ട്, ദ ഫാദർ ഓഫ് ഉറുദു ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്നത്. അത് അമീർ ഖുസ്രു ആണ്. അപ്പൊ ആരായിരുന്നു അമീർ ഖുസ്രു, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അമീർ ഖുസ്രു ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂഫി പോയറ്റ് കൂടിയാണ്. അമീർ ഖുസ്രുവിന്റെ പല കവിതകളും ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അങ്ങനെ അമീർ ഖുസ്രുവിന്റെ കാലഘട്ടത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ചിട്ട് കാരി ബോലി എന്ന് പറയുന്ന ഒരു ലോക്കൽ ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ആ ലാംഗ്വേജും പേർഷ്യൻ ലാംഗ്വേജും കൂട്ടിച്ചേർന്നിട്ടാണ് ഉറുദു ഉണ്ടാകുന്നത് എന്നാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് അമീർ ഖുസ്രു അന്നുണ്ടായിരുന്ന പേർഷ്യൻ എലൈറ്റ് ലാംഗ്വേജും, അതായത് പേർഷ്യൻ ഭാഷ സംസാരിക്കുന്ന എലൈറ്റ് ആൾക്കാരും അതേ സമയത്ത് ലോക്കൽ ജനങ്ങളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടി അതിന്റെ ഒരു സമ്മിശ്രിതമാക്കപ്പെട്ട് ഉണ്ടാക്കിയെടുത്തുള്ള ഒരു ലാംഗ്വേജ് ആയിട്ടാണ് ഉറുദു ഭാഷയെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നല്ല രീതിയിൽ ഉറുദു ഭാഷയുടെ ഒരു സ്വീകാര്യത കാണാനും സാധിക്കും. കാലക്രമേണ ഈ പറഞ്ഞിട്ടുള്ള ഭാഷകളിൽ നിന്നും, അതായത് പേർഷ്യൻ, അറബിക്, തുർക്കിക്, അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ഹിന്ദി ലോക്കൽ ലാംഗ്വേജുകൾ, ഇങ്ങനത്തെ ലാംഗ്വേജുകളിൽ നിന്നെല്ലാം ഏതാനും ചില വാക്കുകൾ ഉറുദുവിലോട്ട് കടമെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചില വാക്കുകൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നാറില്ലേ, ഇത് ഉറുദു ആണോ, അറബി ആണോ, പേർഷ്യൻ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് കോമൺലി കൺഫ്യൂഷൻ ആയിട്ടുള്ള ചില വാക്കുകൾ നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇഷ്ക് എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് അല്ലെ, അതുപോലെ നിങ്ങൾക്ക് തോന്നുന്ന വാക്കുകളൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഭാഷകളിൽ നിന്നും ഓരോ വാക്കുകൾ കടമെടുത്ത് ഉറുദു ഭാഷ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഈ ഉറുദു ലാംഗ്വേജ് ഒന്ന് എഴുതണമല്ലോ, അങ്ങനെ എഴുതാൻ വേണ്ടി അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് പേർഷ്യൻ വേരിയന്റ് ആയിട്ടുണ്ടായിരുന്ന നസ്താലിക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ആയിരുന്നു. അങ്ങനെ ഈ നസ്താലിക് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഉറുദു ഭാഷ എഴുതാൻ വേണ്ടി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലത് ഭാഗത്തു നിന്നും ഇടത് ഭാഗത്തോട്ട് എഴുതുന്ന രൂപത്തിലോട്ട്, അതായത് ഫ്രം ദ റൈറ്റ് ടു ലെഫ്റ്റ് എന്ന രൂപത്തിലോട്ട് ഉറുദു ഭാഷ എഴുതാൻ വേണ്ടി പോകുന്നത്. ആ സ്ക്രിപ്റ്റിന്റെ പേരാണ് നസ്താലിക് എന്ന് പറയുന്ന ഒരു പേർഷ്യൻ എഴുതുന്ന രൂപത്തിലുള്ള സ്ക്രിപ്റ്റ് എന്നുള്ളത്. അതിൽ നിന്നാണ് ഉറുദു ഭാഷ എഴുതി തുടങ്ങുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നീട് മുഗൾ കാലഘട്ടം എത്തുന്ന സമയത്ത്, അതായത് ഒരു 16-ാം നൂറ്റാണ്ട് മുതൽക്ക് നമുക്ക് ഉറുദു ഭാഷയിലുള്ള ചില ലിറ്ററേച്ചറുകൾ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കാലം മുന്നോട്ട് സഞ്ചരിക്കുന്നു. യൂറോപ്യന്മാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു. 18-ാം നൂറ്റാണ്ടിന് ശേഷം ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ബ്രിട്ടീഷുകാർ പതിയെ പേർഷ്യൻ ഭാഷയെ മാറ്റിക്കൊണ്ട് അവരുടെ ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് കൊണ്ടുവന്നപ്പോൾ ഉറുദു ഭാഷയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എങ്കിലും ഉറുദു ഭാഷ ഈവൻ ഇംഗ്ലീഷിൽ നിന്ന് വരെ ചില വൊക്കാബുലറീസ് ഉറുദു ഭാഷയിലോട്ട് എടുക്കുന്നതായിട്ട് കാണാനും സാധിക്കും. അങ്ങനെ ഉറുദു ആ കാലഘട്ടത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. 20-ാം നൂറ്റാണ്ട് ആകുമ്പോഴേക്കും ഉറുദു ഭാഷയെ റിവൈവ് ചെയ്തെടുക്കാൻ വേണ്ടി, പുനർജനിപ്പിക്കാൻ വേണ്ടി കുറെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിത്വമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലാമ ഇക്ബാൽ എന്ന് പറയുന്ന വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, ഉറുദു കവിതകൾ ഇന്നും ലോകത്ത് വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അന്നുണ്ടായിരുന്ന ചില കവിതകളില് ഇസ്ലാമിക് അല്ലെങ്കിൽ മുസ്ലിം നാഷണലിസത്തിന് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നായിരുന്നു. അതായത് മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നേഷൻ വേണം എന്നുള്ള ചില ആശയങ്ങൾ പോലും അദ്ദേഹത്തിന്റെ ഉറുദു കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ആക്ച്വലി പിന്നീട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാകുന്നതിലോട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചിന്താഗതി ഇദ്ദേഹത്തിൽ നിന്നാണ് ഉയർന്നു വന്നത് എന്നൊക്കെ പറയുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അങ്ങനെ ഇൻഡിപെൻഡൻസിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉറുദു, ഹിന്ദി എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജുകളായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.
എങ്കിൽ നമുക്ക് ഇന്ന് നോക്കുകയാണെങ്കിൽ ഉറുദു എന്ന് പറയുന്ന ഭാഷ സംസാരിക്കുന്ന മില്യൺസ് ഓഫ് ജനങ്ങൾ നമ്മുടെ UK, USA, കാനഡ, അതുപോലെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഹിന്ദി എന്ന് പറയുന്ന ഒരു ഭാഷയെ പോലെ തന്നെ അത് പ്രാധാന്യമുള്ള ഒരു ലാംഗ്വേജ് കൂടിയാണ് ഉറുദു എന്ന് പറയുന്നത്. അപ്പൊ ഉറുദു ഭാഷ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. ഭാഷകൾക്ക് തീർച്ചയായിട്ടും അതിർത്തികൾ കടന്ന് സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. See you in the next video. Thank you.